ഉള്ളില്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിക്ക് ഉള്ളുള്ളതായിട്ട് തോന്നിപ്പിക്കാനും മുടി ഒരു വിധത്തിൽ സ്ട്രെയിറ്റ് ആക്കാനും സഹായിക്കുന്ന ഒരു കെരാറ്റിൻ പാക്ക് ആണ് കേട്ടോ ഇത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു കെരാറ്റിൻ പാക്ക് ആണ് കേട്ടോ മുടിയിൽ ചെയ്യുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കെരാറ്റിൻ പാക്ക് ആണ്. നമ്മുടെ മുടിയുടെ ഡ്രൈനെസ്സും ഫ്രിസിനെസ്സും ഒക്കെ മാറ്റിയെടുത്ത് മുടി നല്ല സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും മുടിക്ക് നല്ല രീതിയിൽ ഉള്ളു തോന്നിപ്പിക്കാനും ഒരു വിധത്തിൽ മുടി സ്ട്രെയിറ്റ് ആക്കാനും സഹായിക്കുന്ന ഒരു കെരാറ്റിൻ പാക്ക് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ തണുപ്പായതുകൊണ്ട് ഓയിലൊക്കെ ഉറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ മുടിയിൽ തേക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ കുറഞ്ഞ അളവിൽ ഓയിൽ തേക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് കെരാറ്റിൻ പാക്ക് ഒക്കെ ചെയ്യുമ്പോൾ മുടി നല്ല വോളിയം ആയിട്ടൊക്കെ തോന്നണമെങ്കിൽ ഒരുപാട് ഓയിൽ ആയാൽ നമുക്ക് ആ റിസൾട്ട് കിട്ടില്ല. പിന്നെ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ നോക്കിയിട്ട് നിങ്ങൾ തേക്കാട്ടി പോകും. അല്ലാണ്ട് ഡ്രൈ ഹെയറുകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഓയിൽ മുടിയിൽ തേച്ച് കൊടുക്കണം. ഞാൻ കുറച്ച് ഓയിൽ മുടിയുടെ മേലെക്കൂടി മുടിയുടെ അറ്റത്തും കുറച്ച് മാത്രമേ തേച്ച് കൊടുക്കുന്നുള്ളൂ. പിന്നെ കെരാറ്റിൻ പാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിൻ്റെ തലേ ദിവസമൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഉള്ളില്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് മുടി നല്ല ഉള്ളുള്ളതായിട്ട് തോന്നിപ്പിക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ കെരാറ്റിൻ പാക്ക് എന്ന് വെച്ചാൽ മുടി ഒരു വിധത്തിൽ സ്ട്രെയിറ്റ് ആക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ മുടി ഇങ്ങനെ ചുരുണ്ട് കയറുന്ന പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ടൊക്കെ നിങ്ങൾ ഈ പാക്ക് ട്രൈ ചെയ്താൽ മതി. അപ്പം ഞാനിതാ കുറഞ്ഞ അളവിൽ മുടിയിൽ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്ക് തയ്യാറാക്കാം കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വേഗം പോയിട്ട് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വെണ്ടയ്ക്കയാണ്. ഞാൻ ചെറിയ വെണ്ടയ്ക്ക ആയതുകൊണ്ട് ഒരു 5 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വലുതൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറഞ്ഞ അളവിൽ എടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ മുടിക്ക് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പോൾ വെണ്ടയ്ക്കയൊക്കെ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതവിടെ വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വെണ്ടയ്ക്ക നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല മുടി ഒരു വിധത്തിൽ സ്ട്രെയിറ്റ് ആക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡ് ആണ് കേട്ടോ, ചണവിത്താണ്. അപ്പോൾ ഒരു 2 സ്പൂൺ അളവിൽ മതി കേട്ടോ, ഒരുപാടൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെണ്ടയ്ക്കയുടെ കൂടെ നമ്മൾ ഫ്ലാക്സ് സീഡും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അത് മാത്രമല്ല മുടി സ്ട്രെയിറ്റ് ആവാനായിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഏകദേശം ഒരു 1.5 ഗ്ലാസ് അളവിൽ വെള്ളം മതി കേട്ടോ. നമുക്ക് എത്രമാത്രം പാക്ക് വേണോ അതിനനുസരിച്ചാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കെരാറ്റിൻ പാക്കിൽ നമുക്ക് ആദ്യം തന്നെ വേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് അറിയാലോ, ഫ്ലാക്സ് സീഡും പിന്നെ വെണ്ടയ്ക്കൊക്കെ തിളപ്പിക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു ജെല്ല് ഫോമിൽ വരില്ലേ, അതേ രൂപത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ തിളപ്പിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരമൊക്കെ തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളം നല്ലൊരു ജെല്ല് ഫോമിൽ വരും. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോൾ വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ജെല്ല് ഫോമിൽ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് അളവിലൊന്നും വേണ്ട, കുറച്ച് തിക്കായിട്ടുള്ള ജെല്ല് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ മുട്ട ഞാൻ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്, ഒരെണ്ണം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ മഞ്ഞ ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളം മാത്രം നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി മുട്ട എന്തെങ്കിലും ഉപയോഗിക്കാത്തവരാണ്, മുട്ട മുടിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. മുട്ട ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ എന്തായാലും ഉപയോഗിക്കണം. പിന്നെ ഇതിനകത്തേക്ക് നമുക്കൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മളിങ്ങനെ കെരാറ്റിൻ പാക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് വൈറ്റമിൻ ഇയും കൂടി ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഉണ്ടെങ്കിൽ ഒരെണ്ണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ മുട്ടയുടെ വെള്ളയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് മിക്സ് ആവുന്ന വരെ നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ കെരാറ്റിൻ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ ഓയിൽ തേക്കണം കേട്ടോ. നമ്മളിപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ മുടിയിൽ ഓയിൽ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞ അളവിൽ നിങ്ങൾ ഓയിൽ തേച്ചാൽ മതി. പിന്നെ എല്ലാ പാക്കും നമ്മൾ പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിലാണ് നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. ബാക്കിയുള്ളത് മുടിയിൽ തേച്ചാൽ മതി. മുടിയിലും തേക്കണം കേട്ടോ, കാരണം ഈ പാക്ക് നമുക്ക് മുടിയുടെ ടെക്സ്ചർ മാറ്റാൻ കൂടി ഉള്ളതാണ്. അപ്പോൾ മുടിയിലും തേക്കണം. പിന്നെ ജെല്ല് ഫോം ആയതുകൊണ്ട്
തേക്കാൻ എളുപ്പമാണ് കേട്ടോ. പിന്നെ നമ്മൾ കെരാറ്റിൻ പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ മുമ്പ് നമ്മൾ ഒരുപാട് പാക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് കുറച്ച് തിക്ക് ആയിട്ടുള്ള പാക്കുകളാണ് നമ്മൾ ചെയ്യുക. ഇത് അങ്ങനെയല്ല കേട്ടോ, നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു കെരാറ്റിൻ പാക്കാണ് ഇത്. പക്ഷെ നല്ല റിസൾട്ട് ആണ് കേട്ടോ. മുടിയുടെ ആ ഒരു ടെക്സ്ചർ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വെണ്ടക്കയുടെയും ഫ്ലാക്സ് സീഡിന്റെയും ജെല്ല് തലേദിവസമൊക്കെ തയ്യാറാക്കി വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് 2-3 ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മുട്ട ചേർത്തിട്ട് എടുത്ത് വെക്കരുത്. ഉപയോഗിക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് മാത്രമേ നിങ്ങൾ മുട്ട ചേർക്കാൻ പാടുള്ളൂ. പിന്നെ മുട്ട ഉപയോഗിക്കുമ്പോൾ ചിലർക്കുള്ള ഒരു ഡൗട്ടാണ്, മുട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്മെല്ല് ഉണ്ടാവില്ലേ എന്നുള്ളത്. നമ്മൾ മുട്ടയുടെ മഞ്ഞ ചേർക്കുന്നില്ല, വെള്ള മാത്രമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് മുടിക്ക് ഒട്ടും തന്നെ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. മുട്ടയുടെ വെള്ള ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് പതപ്പിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നമ്മുടെ മുടിക്ക് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കഴിഞ്ഞിട്ട് മുടിയിലേക്ക് തേക്കണം. മുടിയിലേക്ക് തേക്കുന്ന സമയത്ത് മുടി ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് തേക്കണം കേട്ടോ. ഒരുപാട് വലിച്ചു പിടിക്കാനല്ല, ആ ഒരു സ്ട്രെയിറ്റ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളഞ്ഞു കിടക്കുന്ന മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുടിയിൽ തുടക്കം മുതൽ എൻഡ് വരെ നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പാക്ക് തേച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരം അതുപോലെ തന്നെ വെച്ചിട്ട് കഴുകുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. അപ്പോൾ കഴുകുന്ന സമയത്ത് വേറെ ഷാമ്പോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുത്താൽ മതി. അപ്പൊ ഞാനിത് സ്കാൽപ്പിലും മുടിയിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇടുന്നതാണ് കേട്ടോ നല്ലത്. നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു വളവ് അങ്ങനെ തന്നെ വരും. അപ്പൊ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടാൻ പറ്റുമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇടുക. ഡ്രസ്സിലൊക്കെ എന്തായാലും ആവും കേട്ടോ. പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ എത്ര സമയം വെക്കണം, എങ്ങനെ കഴുകണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 15 മിനിറ്റ് നേരം വെച്ചിട്ട് വെറുതെ വെള്ളത്തിൽ നിങ്ങൾ കഴുകിയാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കെരാറ്റിൻ പാക്ക് ചെയ്യുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി. നമ്മുടെ റുട്ടീനിൽ നമ്മൾ പ്രോട്ടീൻ പാക്ക് ഒക്കെ ചെയ്യുന്നില്ലേ, അന്നത്തെ ദിവസം ഈ ഒരു പാക്ക് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ മുടി നല്ല ഭംഗിയായിട്ട് കിടക്കണം, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫംഗ്ഷന് പോകുന്നതിൻ്റെ തലേ ദിവസം നിങ്ങൾ ചെയ്ത് കൊടുക്കുക. പിറ്റേ ദിവസത്തേക്കാണ് നമുക്ക് അതിൻ്റെ നല്ലൊരു റിസൾട്ട് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളില്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ മുടി ഉള്ളുള്ളതായിട്ട് ഫീൽ ചെയ്യാനും മുടി ഒരു വിധത്തിൽ സ്ട്രെയിറ്റ് ആവാനും സ്മൂത്ത് ആവാനും മുടിക്ക് നല്ല രീതിയിലൊരു ഷൈനിങ് തരാനൊക്കെ ഈ ഒരു കെരാറ്റിൻ പാക്ക് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് മുടി കഴുകുന്നത് കാണിക്കുന്നില്ല കേട്ടോ. കഴുകി ഉണങ്ങി അതിൻ്റെ റിസൾട്ട് കാണിക്കാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.